ഇപ്പോൾ ഈ അഭിനേതാക്കളുടെ കാര്യം പറയുമ്പം മമ്മൂട്ടി, മോഹൻ, സുകുമാരനി തുടങ്ങി ഇങ്ങനെ വന്നിട്ട് ഫഹദ് ഫാസിൽ കഴിഞ്ഞ് ദുൽഖർ ഈ രണ്ടാം തലമുറയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു. ഈ ഒരു നടന്മാരിൽ കാണുന്ന ഒരു മാറ്റമുണ്ട്. അന്നത്തെ തലമുറയിലെ നടന്മാരും ഇന്നത്തെ തലമുറയിലെ നടന്മാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആദ്യം തന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഫാസിലിൻ്റെ മകൻ ഫഹദ് ഫാസിൽ വരുമ്പോൾ ഞാൻ ഇവരായിട്ട് സൗഹൃദത്തിലാവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോഹൻലാലിനോടോ മമ്മൂട്ടിയോടോ ഉണ്ടായിരുന്നത് പോലെ തന്നെ എന്ത് തമാശയും പറയാവുന്ന ഒരു സൗഹൃദം, ഇതിൻ്റെ ഒരു അതിർവരമ്പ് ആരും തന്നെ ഇല്ലാതാക്കും. അപ്പോൾ നമുക്ക് ഇവരോട് കൂടിച്ചേരുമ്പോൾ എന്നെ പണ്ട് സത്യനങ്ങൾ എന്നാണ് ഫഹദ് വിളിച്ചിരുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു സത്യമായിട്ടെന്നാണ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു അതിർവരമ്പ് ഇല്ലാതാകുമ്പോൾ നമുക്കതിൽ വലിയ വ്യത്യാസം. കാര്യം നമ്മളൊരു സീനിയർ മാനാണ്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് തോന്നുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ആക്ടേഴ്സിന് ഇപ്പോൾ പണ്ടും ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. ഈ ഒരു നമുക്ക് സോമൻ സുകുമാരൻ മുമ്പുള്ള കാലഘട്ടത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും അവരവരുടെ സിനിമകൾ വരുമ്പോൾ ആ ക്യാരക്ടേഴ്സിനോട് ഉള്ള ഒരു നീതി പുലർത്താനുള്ള ശ്രമങ്ങൾ ഒരേപോലെ തന്നെയാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സോമൻ അല്ലെങ്കിൽ സുഖേട്ടൻ ഒക്കെ അവരുടെ ക്യാരക്ടേഴ്സ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വരെ ചെയ്ത് കഴിയുമ്പോൾ സോമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്മരാജനെ കൊണ്ട് വഞ്ചിയിൽ അങ്ങനെ കായലിൽ കൂടെ പോയിട്ടുണ്ട്, താറാവുകാരുടെ ജീവിതം കാണാൻ പോയിട്ടുണ്ട്, ഇവിടെ വരെ അതൊക്കെ പറയാം. അപ്പോൾ ഒരു നല്ല ആർട്ടിസ്റ്റുകൾ എപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫഹദായാലും അല്ലെങ്കിൽ ഇപ്പം പുതിയ ആക്ടേഴ്സ് മാറ്റം, അതിനപ്പുറത്ത് വരുന്ന നസ്ലിം വരെയുള്ള ആൾക്കാർ വളരെ സിൻസിയറായി അതിനെ സമീപിക്കുന്നവരാണ്. അതിലേക്കും വലിയ മാറ്റങ്ങൾ. അവർ പഴയ രീതി, ഇവർ പുതിയ രീതിയൊന്നുമില്ല, രീതിക്കൊന്നും വ്യത്യാസങ്ങൾ. പക്ഷേ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു. എനിക്ക് തോന്നുന്നു പണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുകയും അത് മാറി കാരവൻ എന്നുള്ളൊരു ചേഞ്ച് വന്നു. അത് പിന്നെ നമുക്ക് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വരുന്ന മാറ്റമാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പണ്ട് ഈ പറഞ്ഞ പോലെ സത്യമാണ്, ഈ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അപ്പുണ്ണിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആർക്കാണ് സീൻ എന്നുള്ളത് നമുക്ക് നോക്കില്ല, എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലാണ് മേക്കപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടുത്തെ കട്ടിലിൽ ചിലപ്പോൾ ഗോപിച്ചേട്ടൻ ആദ്യം സ്ഥലം പിടിക്കും, അല്ലെങ്കിൽ മറ്റേ ബഹദൂർക്ക, ശങ്കരാടി, ഇവർക്ക് ചീട്ടുകളി ഇറങ്ങും. അവരാവശ്യമുള്ള സമയത്ത് ഓടി വന്ന് വിളിക്കുമ്പോൾ അവർ വന്ന് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കാരവൻ എന്ന് പറയുന്നൊരു സംസ്കാരം വന്നപ്പോൾ ആ ഒരു കൂട്ടായ്മ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹൃദയപൂർവ്വം ചെയ്യുന്ന സമയത്ത് കാരവൻ വളരെ അപൂർവ ആൾക്കാർ യൂസ് ചെയ്തിട്ടില്ല. മോഹൻലാലൊന്നും കാരവൻ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നല്ലാതെ ഞാനിവിടെ മാറിക്കൊള്ളാം എന്ന് പറയും. ചിലപ്പോൾ മോനെ ഷർട്ട് എടുത്താൽ മതി എന്ന് പറയും, ഇവിടെ വെച്ച് ചെയ്തോളാം. ഈ കൂട്ടത്തിൽ തന്നെയാണ് ഉണ്ടാവാറില്ല. സിദ്ദിഖും ലാലു വരസൊക്കെ ഉള്ള സമയത്ത് എനിക്കത് എൻ്റെ സെറ്റിൽ എന്തായാലും അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല.